ഹരേ കൃഷ്ണ. ഉണ്ണിക്കണ്ണൻ ഇന്ന് ശ്രീലകത്ത് ഇപ്പോൾ കാലിൽ പൊൻതലകൾ ചാർത്തിയിട്ടുണ്ട്, മഞ്ഞ ചേല ഞുറിഞ്ഞുടുത്തിട്ടുണ്ട്, എളിയിൽ ഒരു കൈ പിടിച്ച് മറ്റൊരു കൈയിൽ നെറ്റിപ്പട്ടവും പിടിച്ച് കുസൃതി കുറുമ്പനായിട്ടാണ് നിൽക്കുന്നത്. എത്ര മനോഹരമായ രൂപമാണെന്നോ. എളിൽ ഓടക്കുഴൽ വെച്ചിട്ടുണ്ട്, സ്വർണ്ണ കിരീടമുണ്ട്, മയിൽപ്പീലി ചാർത്തിയിട്ടുണ്ട്, സ്വർണ്ണ ഗോപിയുണ്ട്. എന്നും പോലത്തെ തന്നെ പതക്കം പോലൊരു മാലയും വളയം പോലൊരു മാലയും മാങ്ങാമാലയും ഒക്കെ ചാർത്തിയിട്ടുണ്ട്. കൈവളകൾ, പൊന്നിൻ്റെ കൈവളകളും പൊന്നിൻ്റെ തോൾവളകളും ഒക്കെ ചാർത്തി കുഞ്ഞുണ്ണി മനോഹരനായി സുന്ദരനായിട്ടാണേ. നല്ല ഗോപിക്കുറിയുണ്ട്, അതിൻ്റെ നടുവിലായിട്ടാണ് സ്വർണ്ണഗോപി ചാർത്തിയിരിക്കുന്നത്. ഇത്ര മനോഹരമായ ഒരു രൂപം ഞാൻ എൻ്റെ ഈ ജന്മത്തിൽ കണ്ടിട്ടില്ല. എന്ത് സുന്ദരനാ ഉണ്ണിക്കണ്ണനെ കാണാൻ. ആനയെ കളിപ്പിക്കാൻ നിൽക്കില്ലേ കുട്ടികൾ? ആനപ്പട്ടൊക്കെ വെച്ചിട്ട് ആനയെ കാണുമ്പോൾ കൗതുകത്തിൽ നിൽക്കില്ലേ? അതുപോലെ ഒരു കൗതുകമാണ്. ഓടക്കുഴൽ എളിയിൽ ചെരുകി വെച്ചിട്ടുണ്ട്, ആ കൈയും ഇങ്ങനെ എളിയിൽ വെച്ചിട്ടുണ്ട്. അത്രമേൽ കുസൃതിയും അത്രമേൽ സൗന്ദര്യവും, എന്താണ് പ്രപഞ്ചത്തിൻ്റെ എല്ലാ സൗന്ദര്യവും ഇവിടെ ആവാഹിച്ചു വെച്ചിരിക്കുകയാണെന്ന് നമുക്ക് തോന്നും. കണ്ണും പിരിയൊക്കെ എഴുതി എന്തു സുന്ദരനാ. എന്താണ് വെണ്ണയുടെ കളറ്, വെണ്ണ പോലെ തോന്നിക്കുന്ന ചുണ്ടുകളാണേലോ വർണ്ണിക്കാൻ നമുക്ക് വാക്കുകളില്ല. ഭഗവാന്റെ അലങ്കാരങ്ങൾ വർണ്ണിക്കാൻ പറ്റാത്തതാണ്. അത് നമ്മൾ എത്ര പറഞ്ഞാലും നിങ്ങളിലേക്ക് അതെത്തിക്കാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ മാനസപൂജ തുടങ്ങിക്കൊള്ളൂ. പാദത്തിൽ ആ പൊൻതളകളിട്ട പാദത്തിൽ നിന്ന് തുടങ്ങി ആ മഞ്ഞ ചേലയും ആ ഇടുപ്പും ആ കൈയും കയ്യിലിരിക്കുന്ന ആ നെറ്റിപ്പട്ടവും കവിളുകളും ചെഞ്ചുണ്ടുകളും കണ്ണുകളും ആ കിരീടവും മയിൽപ്പീലിയും കാതിലെ കടുക്കനും എല്ലാം ഓരോന്നും നിങ്ങൾ പൊൻതളകൾ, കൈവളകൾ, തോൾവളകൾ, മാലകൾ എല്ലാം ഭഗവാന്റെ ഓരോ ഭാഗങ്ങളും ഓരോ ആഭരണങ്ങളും നിങ്ങളിങ്ങനെ അണിയിക്കുന്നതായിട്ട് മനസ്സാൽ പൂജ ചെയ്യുക. കാലിൽ പൊൻതളകൾ അണിയിച്ച്, അരഞ്ഞാണം ഇടിയിച്ച്, ചേല ഉടിപ്പിച്ച്, കയ്യിൽ നെറ്റിപ്പട്ടം കൊടുത്തു. എന്നിട്ടോ ഓടക്കുഴൽ എളിൽ തിരികെ വെച്ചു, കൈയൊക്കെ ഇങ്ങനെ വെപ്പിച്ച്, മാലയൊക്കെ അങ്ങോട്ട് നമ്മൾ ഇടിയിച്ച്, നമ്മൾ പൊട്ടുതൊടിയിച്ച്, നമ്മൾ മയിൽപ്പീലി വെപ്പിച്ച്, നമ്മൾ കിരീടം വെപ്പിച്ച്, നമ്മുടെ ഉണ്ണിക്കണ്ണനെ നമ്മളിങ്ങനെ ഒരുക്കുകയാണ്. നമ്മളിങ്ങനെ ഒരുക്കി സുന്ദര കുട്ടനായിട്ട് നമ്മുടെ രണ്ട് കൈയിലും ആ കവിളുകൾ വെച്ച് ആ ചുണ്ടത്ത് നമ്മളിങ്ങനെ മുത്തം കൊടുക്കുകയാണ്. ഈ ജന്മ പുണ്യമല്ലേ ഇത്? ഈ ജന്മ പുണ്യം. ഹരേ കൃഷ്ണ. ഉറക്ക വിളിക്ക്. കൃഷ്ണായ വാസുദേവായ ഹരേ പത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. കൃഷ്ണ 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 കൃഷ്ണ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ. എല്ലാവരും ഒന്നിച്ച് നമുക്ക് വിളിക്കാം. കൃഷ്ണ ഗുരുവായൂരപ്പ പൊന്നുണ്ണിക്കണ്ണ, എൻ്റെ ഉണ്ണിക്കണ്ണ, കൃഷ്ണ ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പ, നീയേ ശരണം, നീയേ ശരണം, നീയേ ശരണം.